ബിനോയ് കോടിയേരിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിക്കോ സർക്കാരിനോ ആരോപണവുമായി ബന്ധമില്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടിയേരിയുടെയും മക്കളുടെയും തട്ടിപ്പിന് മുന്നിൽ പാർട്ടി തകർന്നടിഞ്ഞുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഈ വിഷയം സഭയിൽ ഏത് രീതിയിലാണ് പ്രതിഫലിച്ചത്? അഭിലാഷ്, ഭരണകക്ഷിയിലെ 2 MLA-മാരുടെയും അതുപോലെ തന്നെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും മക്കൾ ഭരണത്തിന്റെ തണലിലും സംരക്ഷണയിലും ഇന്ത്യക്കകത്തും പുറത്തും തട്ടിപ്പുകൾ നടത്തുന്നുവെന്ന ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് അനിലക്കരെ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ അവതരിപ്പിച്ചത്. AKG അടക്കമുള്ള നേതാക്കളുടെ വലിയ പാരമ്പര്യമുണ്ടായിരുന്ന പാർട്ടി കോടിയേരിയുടെയും മക്കളുടെയും തട്ടിപ്പിന്റെലൂടെ തകർന്നിരിക്കുന്നുവെന്ന് അനിലക്കരെ ആരോപിച്ചു. ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യണം. ലോക കേരള സഭ വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ മലയാളികളുടെ ആകെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ നേതാക്കളുടെ മക്കളുടെ തട്ടിപ്പ് മാറിയിരിക്കുന്നു. ഇത് ലോക കേരള സഭയുടെ തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നും അനിലക്കരെ ആരോപിച്ചു. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വാർത്തയാണിത്. എന്തുകൊണ്ടിത് സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അനിലക്കരുടെ ചോദ്യം. കോടിയുടെയും മക്കളുടെ തട്ടിപ്പിന്റെ പേരിൽ വലിയ പാരമ്പര്യമുള്ള പാർട്ടി തകരുന്നു. സഭയിലെ 2 അംഗങ്ങളുടെ മക്കൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണമുള്ളത്. നേരത്തെ വിജയൻ പിള്ളയുടെ മകൻ ശ്രീധരനുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ്. പുതിയൊരു ആരോപണം കൂടി അനിലക്കരെ മുന്നോട്ട് വെച്ചു. അത് EP ജയരാജന്റെ മകൻ ജിതിൻ രാജിനെതിരെയുള്ള ആരോപണമാണ്. ജിതിൻ രാജിനെതിരെയും ഇത്തരമായ ആരോപണമുണ്ടെന്നാണ് അനിലക്കരെ നോട്ടീസിൽ ആരോപിച്ചത്. ബിനീഷ് കോടിയേരിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ അനിലക്കരെ നോട്ടീസിന്റെ അവതരണത്തിനിടെ ഉന്നയിച്ചു. ബിനീഷ് കോടിയേരിക്ക് ദുബായിൽ 3 പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോടിയേരിയുടെ മറ്റൊരു മകൻ ബിനോയ് കോടിയേരിക്കാകട്ടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വരാനാകാത്ത അവസ്ഥയുമാണ്. കോടിയേരി ബാലകൃഷ്ണനും ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും മലയാളികളുടെ അഭിമാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണെന്നും അനിലക്കരെ പറഞ്ഞു. മുഖ്യമന്ത്രി സ്പീക്കറും സ്വീകരിച്ചത് സഭയിൽ ഇല്ലാത്ത ചിലരുടെ പേരിലുള്ള ആരോപണമാണ്. ഇത് സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ CPM അതുപോലെ തന്നെ ആരോപണ വിധേയരായ വ്യക്തികളും നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങളാണിത്. ഇത് ബോധപൂർവമുള്ള ആരോപണമാണ്. ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ആ ഒരു തകർക്കാനുള്ള ബോധപൂർവ ശ്രമം പ്രതിപക്ഷം നടത്തുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. മാത്രമല്ല, നേരത്തെ വയലാർ രവി അടക്കമുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്നൊന്നും ഇക്കാര്യം ആരും സഭയിൽ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രി. അരുൺ, ഞാൻ തിരികെ എത്താം. ശ്രീ പി ബിജു, കോടിയേരിയുടെയും മക്കളുടെയും തട്ടിപ്പിന് മുന്നിൽ പാരമ്പര്യമുള്ള പാർട്ടി തകർന്നടിഞ്ഞു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ കോട്ടം തട്ടുന്ന ഒന്നായി ഈ സംഭവം മാറുകയല്ലേ? അല്ല, കോടിയേരിയുടെ പേരിൽ അങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടില്ല. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. 2 പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസും BJP ഏറ്റെടുക്കേണ്ട. അവരവരുടെ പ്രതിച്ഛായ സംരക്ഷിച്ചാൽ മതി. അവരുടെ പ്രതിച്ഛായ സംബന്ധിച്ചൊക്കെ ഇപ്പൊ ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സോളാർ റിപ്പോർട്ട് ഇതെല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ നേതാക്കന്മാരുടെ അവരുടെ ഒരു നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ പ്രതിച്ഛായ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസും BJP ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിയിരുന്നു. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അവർ 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ്. ആ 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കം അത് നിയമപരമായിക്കോട്ടെ മറ്റു രൂപത്തിലായിക്കോട്ടെ അവർ തന്നെ അതിൽ തീർത്തോളും. അതില് പാർട്ടിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും വലിച്ചഴിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു കുട്ടിയുടെ അച്ഛനെ കുറിച്ചാണ്. ബിനോയ് എന്ന് പറയുന്നത് 10-15 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയുടെ അച്ഛനാണ്. അയാൾ അവിടെ 10-15 വർഷമായി ബിസിനസ് നടത്തുകയാണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അയാൾ തന്നെ സമ്മതിച്ചല്ലോ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ എത്രയോ സിവിൽ കേസുണ്ട്. ആ സിവിൽ കേസ് എല്ലാം പരിഹരിച്ചു കൊടുക്കുമോ കോൺഗ്രസും BJP എല്ലാം കൂടി? ഒന്ന് ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം പോലും അല്ല, ദുബായിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. അത് അവിടെ ബിനോയ് അവിടെ തന്നെ ഉണ്ടല്ലോ. അവിടെ അതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടി ഇവിടെ ഒന്ന് അബ്സ്കോണ്ടിങ് ആയിട്ട് എവിടെയെങ്കിലും ഒളിച്ചടക്കുകയോ ഒളിവിൽ താമസിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെയുള്ള നിയമ നടപടികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം എല്ലാവർക്കും ബാധകമല്ലേ? ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ബാധകമല്ലേ? ഇത് തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ്, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർ ഭരിച്ചിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് വരെ കൈക്കൂലി വാങ്ങി, വാറുകയറിയെന്ന് കൈക്കൂലിയും വാങ്ങി സ്ത്രീകളെയും പിടിപ്പിച്ച് നടന്നിട്ട് ഇപ്പോ ഇത്തരം ചില ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് കേരളത്തിൽ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെയെങ്കിൽ ബാധകമല്ലേ? അമിത്ഷായുടെ മകൻ ബിസിനസ് നടത്തുകയും അവിടെ കോടികൾ സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ അമിത്ഷായുടെ മകൻ എന്ന് തന്നെ ആവർത്തിക്കുന്ന CPM-ന്റെ ദേശീയ നേതാക്കളെ അടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷെ കോടിയേരിയുടെ മകൻ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ബിനോയ് കോടിയേരി സ്വാതന്ത്ര്യമുള്ള പൗരനാണ്, പ്രായപൂർത്തിയായ പൗരനാണ്. അതിനെ എന്തിന് പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്നു, എന്തിന് ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സാമാന്യ നീതി എല്ലാവരും പുലർത്തേണ്ടതല്ലേ?
അല്ല, സാമാന്യ നീതിയല്ല. നിങ്ങളത് തെറ്റായി വക്രീകരിക്കുകയാണ്. അമിത്ഷായുടെ മകൻ ബിസിനസ് നടത്തിയത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അമിത്ഷാ. അതേ പ്രാധാന്യം തന്നെയാണല്ലോ ശ്രീ പി ബിജു ഈ വിഷയത്തിലുമുള്ളത്. ഈ ആരോപണ വിധേയനായ ആരുടെ മകൻ എന്നുള്ളത്, അത്തരം സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കുടുംബവും നേതാക്കളും ഒക്കെ പുലർത്തേണ്ട സാമ്പത്തികമായ അച്ചടക്കം, സാമൂഹികമായ നീതി, ജീവിതത്തിന്റെ സുതാര്യത ഒക്കെ പാർട്ടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മകൻ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? പാർട്ടിയിലെ നേതാവിന്റെ മകൻ എന്ന ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങൾ കൂടിയാണല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണല്ലോ പാർട്ടി നേതൃത്വത്തിന് അടക്കം പരാതി നൽകുകയും ചെയ്ത പശ്ചാത്തലവും ഉണ്ടാകുന്നത്. ഒന്ന്, UAE-ൽ CPM-നൊന്നും ചെയ്യാനില്ല. UAE-ൽ 2 വ്യക്തികൾ തമ്മിലുള്ള സിവിൽ കേസാണ്. അമിത്ഷായുടെ മകനുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ മകൻ അമിതമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ്. അമിതമായി ലോൺ വായ്പ തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഇത്തരം ചില കാര്യങ്ങളാണ് അമിത്ഷായുമായി ബന്ധപ്പെട്ട് വന്നത്. അത് ഒരു ആരോപണമായി ആക്ഷേപമായി ഉയർന്നു വരാൻ കാരണം അത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് ഈ സംഭവം നടന്നത്. അവിടെ രാഷ്ട്രീയമായിട്ടും മറ്റും സ്വാധീനിക്കാൻ അമിത്ഷായ്ക്കും BJPക്കും നരേന്ദ്രമോദിക്കും കഴിയും. ബിനോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പേർ തമ്മിലുള്ള പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. അവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ്. ആ സാമ്പത്തിക തർക്കം അവർ നിയമപരമായി പരിഹരിച്ചോട്ടെ. എം ലിജു കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം ലിജു, പാരമ്പര്യമുള്ള പാർട്ടി കോടിയേരിയുടെയും മക്കളുടെയും തട്ടിപ്പിന് മുന്നിൽ തകർന്നടിഞ്ഞു എന്ന് പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നു. ശ്രീ പി ബിജു പറയുന്നത് പോലെ ഇത് UAE-യിൽ നടന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്. അവിടെ ചെയ്യാൻ പാർട്ടിക്ക് CPM-ന് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യയുടെ നിയമങ്ങളല്ല അവിടെയുള്ളത്. അവിടെ മറ്റൊരു രാജ്യമാണ്, അവിടുത്തെ നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് കാണിക്കുന്നു. അതാണ് അവസ്ഥ എന്ന് ശ്രീ പി ബിജു പറയുന്നു. ശ്രീ പി ബിജുവിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു അമിത്ഷാ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അനധികൃതമായി പണം സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ തോതിൽ ആനുപാതികമല്ലാത്ത വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്ന് രാജ്യം അറിയേണ്ടതുണ്ട്. അത് ശരിയായൊരു നിരീക്ഷണമാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞൊരു വാദഗതിയാണത്. സമാനമായ കാര്യം ഈ കോടിയേരി ബാലകൃഷ്ണൻ ബാധകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ മകൻ വിദേശത്ത് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വൻ തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ അതിനൊരു ട്രാൻസ്പെറൻസി വേണം. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കണം, എന്റെ മകന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്, ആ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് എന്ത് സാമ്പത്തിക സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കാപട്യം, ഇങ്ങനെ ഈ കബളിപ്പിക്കലും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതൊക്കെ കേരള സമൂഹത്തിനോട് വിശദീകരിക്കുന്നതിന് പകരം അത് അവന്റെ മക്കൾ നോക്കിക്കോളൂ, അത് എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ CPM സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാധ്യമല്ല. വെറും കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിൽ ശരിയാണ്, കാരണം അത് മക്കളുണ്ടാക്കിയ പണം എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭരണകക്ഷിയുടെ നേതാവിന്റെ മക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ എന്റെ അധികാരം കൊണ്ടും എന്റെ സ്രോതസ് കൊണ്ടും ഉണ്ടാക്കിയ പണമല്ല എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായി സംസാരിക്കുന്നില്ല, എങ്കിൽ പോലും ജനത്തിന് മുമ്പിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം കോടിയേരി ബാലകൃഷ്ണൻ എന്ന പിതാവിനപ്പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി. തീർച്ചയായും ശ്രീ എം ലിജു ഒപ്പം ശ്രീ പി ബിജു ദയവായി രണ്ടുപേരും ടെലിഫോൺ ലൈനിൽ തുടരണം. അനിൽ അക്കരെ പണം തട്ടിപ്പിൽ വിജിലൻസ് കേസിലെ പ്രതിയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശം. ചന്തയിൽ എന്ന പോലെ സംസാരിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രി പറയുന്ന പ്രതികരണം അത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു? അഭിലാഷ്, നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് വയലാർ രവി അടക്കമുള്ള പ്രവാസകാര്യ മന്ത്രിയായിരുന്ന വയലാർ രവി അടക്കമുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുപോലെ അമിത്ഷായുടെ മകനെതിരെ ആരോപണം ഉയർന്നു. അന്നൊന്നും ഇക്കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കെതിരായ ആരോപണങ്ങൾ സഭയിൽ ആരും ആരോപണമായി ഉന്നയിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഇപ്പോൾ ബിനോയ് കോടിയേരി അടക്കമുള്ളവർക്ക് ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. സർക്കാരിനോ സഭയ്ക്കോ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരു കേസാണ്. അതിൽ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചന്തയിൽ പറയും പോലെ സഭയിൽ പറയുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ
മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം. മാത്രമല്ല അനിലക്കരെ MLA പേര് പറയാതെയാണ് അത്തരമൊരു ആരോപണം ഉപയോഗിച്ചത്. ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയതിന് ഒരു MLA വിജിലൻസ് അന്വേഷണം നേരിടുന്നുണ്ട്. അക്കാര്യം പോലും ഇവിടെ സഭയിൽ ആരും ഉന്നയിക്കുന്നില്ല. എന്നിട്ടും ഇത്തരം CPM നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാതി. EP ജയരാജൻ തന്റെ മകനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് EP ജയരാജനും സഭയിൽ പ്രത്യേക പരാമർശത്തിലൂടെ മറുപടി നൽകി. തന്റെ മകൻ ആരിൽ നിന്നും വായ്പ എടുക്കുകയോ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, അസംബന്ധമായ കാര്യങ്ങളാണ് അനിലക്കരെ സഭയിൽ പറയുന്നത്. രാഷ്ട്രീയമായ വിരോധം തീർക്കാൻ വ്യക്തിഹത്യ നടത്തുകയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് അനിലക്കരെ പിന്തിരിപ്പിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയാണ്. അഭിലാഷ്. ശ്രീ M. ലിജു, താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. ഈ വിഷയം സഭയിൽ ഉന്നയിക്കേണ്ട പശ്ചാത്തലമില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അത് കേരളത്തിന്റെ സർക്കാർ ഇടപെടേണ്ട പശ്ചാത്തലം ഇപ്പോഴില്ല. കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളിൽ ആരെങ്കിലും ബിനോയ് കോടിയേരിക്കെതിരെ പരാതി നൽകിയിട്ടുമില്ല. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സഭ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അമിത്ഷായുടെ മകന്റെ ക്രമത്തിലധികമുള്ള വരുമാനത്തെ സംബന്ധിച്ച് ലോക്സഭയിൽ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് CPM-ന്റെ MP P. K. ബിജു ആണോ ചർച്ച ചെയ്യില്ലെന്ന് എനിക്കറിയില്ല. CPM MP ആയിരിക്കുന്ന P. K. ബിജുവോ MP രാജേഷോ സമ്പത്തോ ഒന്നും തന്നെ അമിത്ഷായുടെ മകനെ കുറിച്ച് ലോക്സഭയിൽ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് CPIM കൈക്കൊള്ളുമോ? വിദേശത്തൊരു ഇടപാട് നടന്നുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഇടപാടുണ്ട്, റാഫേൽ യുദ്ധവിമാന ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാട് ഫ്രാൻസുമായി നടന്നതാണ്. ഫ്രാൻസിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനോ ബന്ധുവിനോ സാമ്പത്തികമായ ഒരു നേട്ടമുണ്ടായി, അല്ലെങ്കിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ വെച്ചാണ് വ്യവഹാരം നടക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് ചർച്ച ചെയ്യേണ്ട നിലപാട് CPM സ്വീകരിക്കുമോ? CPM ഒരു പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രശ്നം CPM സംസ്ഥാന സെക്രട്ടറിയുടെ മക്കളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അത് ഞാനിതൊന്നും പൂർണ്ണമായി ശരിയാണെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അതൊക്കെ ഇദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാനിപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ P. ബിജു, നേരത്തെ ഉയർന്ന ആരോപണത്തിൽ അടക്കമുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഈ വിഷയം ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പരാതി എവിടെയും ലഭിച്ചിട്ടില്ല, തനിക്കറിയില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പിന്നീട് സീതാറാം യെച്ചൂരി തന്നെ പറയുന്നു ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെ കോടിയേരിയുടെ മകൻ തന്നെ ബിനീഷ് കോടിയേരി തന്നെ പറയുന്നു ഇത് 1,72,00,000 രൂപയുടെ ഇടപാട് മാത്രമാണ്, നിങ്ങൾ പറയുന്നത് പോലെ 13 കോടി രൂപ അല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് നടന്നിരിക്കുന്നു എന്ന തരത്തിൽ പൊതുസമൂഹത്തോട് വളരെ കൃത്യമായി വിഷയത്തിൽ മറുപടി നൽകാൻ കഴിയാതെ പോയി? ഒരു മറുപടിയുടെയും പ്രശ്നമല്ല. പൊതുസമൂഹം വിഡ്ഢികളൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് പോലെ അനധികൃതമായി പണം സമ്പാദിച്ചോ അങ്ങനെയുള്ള പ്രശ്നമല്ലല്ലോ. ഇവിടെ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തില്ല, അതാണല്ലോ സിവിൽ കേസിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, DCC ആഫീസ് കെട്ടിയല്ലോ, ലിജ് മറുപടി പറയട്ടെ. കോൺഗ്രസിന്റെ DCC ആഫീസ് കെട്ടി അവർക്ക് പൈസ കൊടുക്കാത്തവര് അവര് സോണിയാഗാന്ധിക്കെതിരെ ഇത് പോയില്ലേ, ചെക്ക് കേസ് കൊടുത്തില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിട്ടില്ലേ? അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പൈസ വാങ്ങിച്ചാൽ കൊടുത്തില്ല, അല്ലെങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ട തർക്കം വന്നാൽ നമ്മുടെ നാട്ടിലായിരുന്നാലും ലോകത്തായിരുന്നാലും നിലനിൽക്കുന്ന നിയമമുണ്ട്. അതിനാണ് സിവിൽ കോടതികൾ വെച്ചിരിക്കുന്നത്. ആ കോടതിയിൽ പോയി പരിഹാരം കാണും. അമിത്ഷായുടെ പ്രശ്നം എന്താണ്? അമിത്ഷായുടെ മകൻ വലിയ തോതിലുള്ള സമ്പത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള സമ്പത്ത് സമ്പാദിച്ചു, അത് ഗവൺമെന്റിന്റെ സംവിധാനം ദുരുപയോഗം ചെയ്തു, സർക്കാരിന്റെ വായ്പ തട്ടിയെടുത്തു. ഇത്തരം കേസുകളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നത്? ഇപ്പൊ നിങ്ങൾ തന്നെ ഒരാളെ നിന്ന് പൈസ വാങ്ങിച്ചു കൊടുക്കാതിരുന്ന് അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അത് നിയമപരമായിട്ട് എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാതിരിക്കുന്നത്? ആ പൈസ തിരിച്ചു വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരാതിക്കാരൻ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വിഷയം പുറത്തു വന്നത്. ഈ പരാതിക്കാരൻ പരാതി ഉന്നയിച്ചത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആണ്. അവിടെ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിൽ പാർട്ടിയാണ് ഈ നാട്ടിലെ ഇത്തരം കാര്യങ്ങളെല്ലാം, സിവിൽ കേസുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ട ബാധ്യത CPM-നാണ്. ഈ കേരളത്തിൽ എത്രയോ സിവിൽ കേസുകൾ, കേരളം ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. ഈ നാട്ടിൽ എത്രയോ പേര് സിവിൽ കേസുകളാക്കി. പിന്നെ രാജ്യത്തെ കോടതികളെല്ലാം അടച്ചുപൂട്ടണമല്ലോ. ഭരിക്കുന്ന പാർട്ടികളെല്ലാം സിവിൽ കേസുകളെല്ലാം കൈകാര്യം ചെയ്താൽ മതിയല്ലോ. വ്യക്തികൾ തമ്മിലുള്ള സിവിൽ പ്രശ്നങ്ങളെല്ലാം പാർട്ടിയും മറ്റും കൈകാര്യം ചെയ്താൽ മതിയല്ലോ. ഇത് വ്യക്തികൾ തമ്മിൽ സാമ്പത്തിക തർക്കം ഉണ്ടാവുമ്പോൾ ആ സാമ്പത്തിക തർക്കമുള്ള ആൾക്കാർ കോടതിയിൽ പോവും. നിങ്ങൾ തന്നെ പറയുന്ന പൈസ കാശുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുത്താൽ പോരെ, ആ പ്രശ്നം തീർന്നില്ലേ? ഒരു ഭാഗത്ത് നിങ്ങൾ പറയും വലിയ സാമ്പത്തിക സ്രോതസ്സുകളാണ് ഇവരുണ്ടാക്കിയത്,
സാമ്പത്തിക സ്രോതസ്സാണെങ്കിൽ പിന്നെ ഈ പരാതിയെ വരുന്നില്ലല്ലോ. അവകാശം കൊടുത്ത പ്രശ്നം പരിഹരിക്കില്ലായിരുന്നോ? ഇവിടെ പ്രശ്നം എന്താണ്? രണ്ട് വ്യക്തികൾ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിയപ്പോൾ ഉണ്ടായ തർക്കമാണ്. തർക്കമല്ലെങ്കിൽ അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപെടലുകളാണ്. ആ സാമ്പത്തിക ഇടപെടലുകൾ അവർ പരിഹരിച്ചോളും. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം. അപ്പോഴും അതായത് ഈ വിഷയത്തെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ എന്ന സംശയം അവശേഷിക്കുന്നില്ലേ? ആരാണ് ഇത്തരം സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നില്ലേ എന്നുള്ളതാണ് സംശയം. അത് തന്നെ ഞാൻ ചോദിച്ചു. സോണിയാഗാന്ധിക്കെതിരെ സിവിൽ കേസ് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ചെക്ക് കേസ് കൊടുത്തപ്പോൾ സോണിയാഗാന്ധി പൈസ തട്ടിച്ചെന്നാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താ റിപ്പോർട്ട് ചെയ്യാത്ത നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യണ്ടേ? എന്താ പൈസ അവര് ചെക്ക് കേസ് സബ്മിറ്റ് ചെയ്തത് പൈസ കൊടുക്കാത്തതുകൊണ്ടല്ലേ? അപ്പൊ പൈസ കൊടുക്കാത്ത പ്രശ്നം നാട്ടിലുണ്ടാവുമ്പോൾ അതിന് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കും. അത് രാജ്യത്തും ലോകത്തും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അവരത് തീർത്തോളും. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ പി ബിജു ഒപ്പം എം ലിജു പ്രതികരിച്ചതിന്. അതേസമയം പരാതി പുറത്തു വന്നത് CPIM കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ മറുപടി യെച്ചൂരിക്കെന്നും ചെന്നിത്തല പറഞ്ഞു. ബിസിനസ് തട്ടിപ്പ് ആകുമ്പോൾ പൊതുസമൂഹം ഇടപെടുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. VV അരുൺ വീണ്ടും ചേരുകയാണ്. അരുൺ, ഇപ്പോഴും സഭയിൽ ഈ വിഷയം തന്നെ തുടരുകയാണോ? അഭിലാഷ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോഴും സംസാരിക്കുകയാണ്. വിഷയം പുറത്തു വന്നത് എങ്ങനെയെന്ന എല്ലാവർക്കും അറിയാം. വിഷയം പുറത്തു വന്നത് CPM കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയിലൂടെയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എങ്ങനെയാണ് ഈ പരാതി പുറത്തു വന്നത്? കോടിയേരി കോംപ്രമൈസ് ചെയ്യാൻ, പരാതി പരിഹരിക്കാൻ കോടിയേരി എന്താണ് ചെയ്തത് എന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. വ്യക്തിഹത്യ നടത്തുന്ന അവരല്ല പ്രതിപക്ഷം ആരെയും വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയില്ലേ സർക്കാരിനും CPM എന്ന ചോദ്യവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ മക്കൾ ബിസിനസ് തട്ടിപ്പ് ഇടപെടുമ്പോൾ, ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം അറിയും. അത് പൊതുസമൂഹം അറിയുമ്പോൾ അക്കാര്യം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വിശദീകരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത സംസ്ഥാന സർക്കാരിനും CPM ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. അക്കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം സഭയിൽ സംസാരിക്കുന്നത്. അഭിലാഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്? മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ ആരോപണങ്ങൾ, ഇത്തരം വിവാദങ്ങൾ സഭയിലില്ലാത്ത ആൾക്കാരുടെ പേരാണ്. അതുകൊണ്ട് തന്നെ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല. ബിനോയ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ ഈ ആരോപണത്തിന് വിധേയനായ ബിനോയ് കോടിയേരിയും കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. രാജ്യത്തിന് പുറത്തുള്ള ഒരു കേസാണ്. അതിൽ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്. ബിസിനസ് ആകുമ്പോൾ ഇത്തരം പരാതികളും കേസുകളും സ്വാഭാവികമാണ്. അത് പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇക്കാര്യം സഭയിൽ ഉന്നയിക്കുന്നത് ചില ഗൂഢ ലക്ഷ്യങ്ങളോടെയാണ്, ചില താല്പര്യങ്ങളോടെയാണ്. പ്രത്യേകിച്ചും കോടിയേരി ബാലകൃഷ്ണനെതിരെ CPM-നെതിരെയുമാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. നേരത്തെയും സമാനമായ പരാതികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇക്കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്തില്ല. ഇത് ഗൂഢലക്ഷ്യത്തോടെയാണ്. പ്രത്യേകിച്ചും കേരള സഭ രാജ്യത്ത് തന്നെ മാതൃകയാവുന്ന ഒരു പ്രവർത്തനമായി മാറുമ്പോൾ അതിനെ തകർക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. CPM വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആ പാരമ്പര്യമുള്ള പാർട്ടി തകർക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനും മക്കൾക്കുമെതിരെയുള്ള ആരോപണങ്ങളുടെ ഉണ്ടാവുമെന്നും അനിലക്കരെ ആരോപിച്ചു. EP ജയരാജന്റെ മകനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. കോടിയേരിയുടെ ഇളയപുത്രൻ ബിനീഷ് കോടിയേരിക്കെതിരെയും ഇത്തരം ഒരു ആരോപണം, ഗുരുതരമായ ആരോപണമാണ് അനിലക്കരെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിലൂടെ ഉന്നയിച്ചത്. ബിനീഷ് കോടിയേരിക്ക് ദുബായിൽ 3 പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദുബായിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി. മറ്റൊരു പുത്രനായ ബിനോയ് കോടിയേരിക്കാകട്ടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയാണ്. CPM-ന്റെ സംസ്ഥാനത്തെ 2 MLA-മാരുടെ, പ്രമുഖ 2 MLA-മാരുടെ, അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ, സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെയും മക്കളാണ് ഇത്തരം ആരോപണങ്ങൾ പെട്ടിരിക്കുന്നത്. ഇത് ഭരണത്തിന് തണലിലാണെന്നും അനിലക്കരെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് അനിലക്കരയുടെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. അപ്പം അരുൺ, ഇപ്പോഴത്തെ പശ്ചാത്തലം, അതായത് ഈ വിവാദം ഉയർന്നു വന്നിട്ട് ദിവസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് സീതാറാം യെച്ചൂരി തന്നെ ഇങ്ങനെയൊരു പരാതി ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ദുബായിൽ യാത്രാവിലക്ക് ബിനോയ് കോടിയേരിക്ക് വരുന്നു. 1,72,00,000 രൂപയുടെ ഇടപാടാണ് ഉള്ളത് എന്ന് ബിനീഷ് കോടിയേരി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണോ പ്രതിപക്ഷം ഈ വിഷയത്തെ കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ തയ്യാറാകുന്നത്? സഭയ്ക്ക് പുറത്ത് ഏത് നിലയിലായിരിക്കും പ്രതിഷേധങ്ങൾ ഉയരുക എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, നേരത്തെ ബിനോയ് കോടിയേരിക്കെതിരെയും ചവറ MLA വിജയൻ പിള്ളയുടെ മകൻ ശ്രീജിത്തിനെതിരെയും ആരോപണം ഉയർന്നു വന്നപ്പോൾ CPM പ്രധാനമായും സ്വീകരിച്ച നിലപാട്, ബിനോയ് കോടിയേരി സ്വീകരിച്ച നിലപാടും ഒരു കേസും തന്റെ പേരിൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് തെളിയിക്കുന്ന രേഖകൾ ബിനോയ് കോടിയേരി പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. ഇന്നലെ ബിനീഷ് കോടിയേരിക്കെതിരെ കേസുണ്ടെന്ന വിവരം
തെളിവുകൾ സഹിതം പുറത്തു വരുന്നു. മാത്രമല്ല ബിനോയ് കോടിയേരിക്ക് യാത്രാവിലക്കുണ്ടെന്ന കാര്യവും വ്യക്തമാകുന്നു. ബിനോയ് കോടിയേരി ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. CPM നേതൃത്വം ആദ്യം സ്വീകരിച്ച നിലപാടുമായി ഇത് ചേർന്ന് പോകാൻ കഴിയില്ല. കാരണം ബിനോയ് കോടിയേരിക്ക് വ്യക്തമായ കേസ് ദുബായിലുണ്ട്, അദ്ദേഹത്തിന് യാത്രാ വിലക്കുണ്ട്, അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനുള്ള തടസ്സവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM കൂടുതൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷ നിലപാട്. അക്കാര്യമാണ് സഭയിൽ അവർ ഇന്ന് ഈ അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വിഷയം സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതും. സഭയ്ക്ക് പുറത്തും സമാനമായ രീതിയിൽ ശക്തമായ പ്രക്ഷോഭത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. ഈ സഭ പിരിഞ്ഞ ശേഷം അല്ലെങ്കിൽ സഭയിൽ ഇക്കാര്യത്തിൽ ചർച്ച അവസാന ശേഷം വ്യക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. അഭിലാഷ്, സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ബിനോയ് കോടിയേരിക്കെതിരായ ആരോപണം സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഭ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായ ആരോപണങ്ങളിൽ പുതുമയില്ല. എന്നാൽ സഭയിൽ ഇല്ലാത്ത ഒരു അംഗത്തിന് എതിരായ ആരോപണങ്ങൾ അടക്കം സഭ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിലടക്കം പ്രതിപക്ഷം തൃപ്തരല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിപക്ഷം സഭ വിട്ടിരിക്കുന്നു. ബിനോയ് കോടിയേരിക്ക് ഒപ്പം പ്രതിയായ ചവറ MLA വിജയൻപിള്ളയുടെ മകൻ ശ്രീജിത്ത് വിജയൻപിള്ളയ്ക്കെതിരായ വാർത്തകൾ വിലക്കിയ കരുനാഗപ്പള്ളി സബ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ രാഹുൽ കൃഷ്ണയുടെ അഭിഭാഷകന് ഇന്ന് കൈമാറിയേക്കും. ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കേസിലെ ഇടനിലക്കാരനായ രാഹുൽ കൃഷ്ണയുടെ അഭിഭാഷകൻ സുനിൽ വിശ്വനാഥ് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചിരുന്നു. അപേക്ഷ ഇന്ന് പരിഗണിക്കാൻ കരുനാഗപ്പള്ളി സബ് കോടതി മാറ്റിവെക്കുകയായിരുന്നു. ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാൽ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ കൃഷ്ണയുടെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകും. പരിഗണിച്ചില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. തകർന്നടിഞ്ഞ് ഓഹരി വിപണി. ഓഹരി വിപണിയിൽ കൂട്ടത്തകർച്ച. സെൻസസ് 1250 പോയിന്റ് വരെ ആദ്യ 15 മിനിറ്റിനിടെ ഇടിഞ്ഞു. വൻതോതിലുള്ള വിപണി ഇടപെടലിനെ തുടർന്ന് നഷ്ടം 846 പോയിന്റായി വ്യാപാരമധ്യേ കുറഞ്ഞു. അമേരിക്കയിൽ ഇന്നലെയുണ്ടായ വലിയ തകർച്ചയാണ് ഏഷ്യൻ വിപണികളിലേക്കും വ്യാപിച്ചത്. 5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യൻ വിപണിയിൽ മിനിറ്റുകൾ കൊണ്ട് ഉണ്ടായത്. വിവരങ്ങളുമായി അനൂപ് പരമേശ്വരൻ ചേരുന്നു. അനൂപ്, അമേരിക്കൻ വിപണിയിലെ പ്രതിഫലനം എന്ന് നിരീക്ഷിക്കുമ്പോഴും ഇപ്പോൾ ഓഹരി വിപണിയിൽ വ്യാപാരം തുടരുമ്പോൾ 1098 പോയിന്റിന്റെ ഇടിവ് സെൻസസിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഒപ്പം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഓഹരി വിപണിയിൽ വലിയ തകർച്ച തന്നെയാണ് തുടരുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിയെ ആശങ്കപ്പെടുത്തുന്നത്? അഭിലാഷ്, ഇപ്പോൾ 1100 പോയിന്റിലേറെ നഷ്ടത്തിലാണ് സെൻസെക്സ്. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഓഹരി വിപണി, ഇന്ത്യയിലെ ഓഹരി വിപണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഒരു ദിവസം 1800 പോയിന്റ് വരെ ഇന്ത്യൻ വിപണിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ലോക വിപണി മുഴുവൻ ഇടിഞ്ഞ ബ്രെക്സിറ്റിന്റെ കാലത്തോ അല്ലെങ്കിൽ യൂറോപ്യൻ പ്രതിസന്ധിയുടെ കാലത്തോ 2011 യൂറോപ്യൻ പ്രതിസന്ധിയുടെ കാലത്തോ പോലും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇത്ര വലിയ ഒരു ആഴത്തിലുള്ള തകർച്ച ഉണ്ടായില്ല. കാരണം ഇത് ഇന്ന് ഒരു ദിവസത്തെ തകർച്ച മാത്രമല്ല കണക്കാക്കേണ്ടത്. ബജറ്റ് അവതരിപ്പിച്ചതിന് പിറ്റേന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച 800 പോയിന്റിന്റെ അടുത്ത് നഷ്ടം സെൻസെക്സിലുണ്ടായി. ഇന്നലെ 300 പോയിന്റിലേറെ ഇടിവുണ്ടായി. ഈ 3 ദിവസം കൊണ്ട് മാത്രം 2500 പോയിന്റിന്റെ നഷ്ടമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഏകദേശം ഒരു 7 മാസം കൊണ്ട് ഓഹരി വിപണിയിലുണ്ടായ നേട്ടം മുഴുവൻ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മാത്രം 5 ലക്ഷം കോടി രൂപയുടെ ഓഹരി മൂല്യമാണ് നഷ്ടമായിരിക്കുന്നത്. ടാറ്റ സൺസ്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെയും വാഹന ഉടമകളുടെയും ഓഹരികളിൽ വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഇന്നത്തെ ഇടിവിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് അമേരിക്കയിലുണ്ടായ തകർച്ചയാണ്. അവിടെ അമേരിക്കയിലെ ഡ്യൂ ജോൺസിൽ ഇന്ന് 6.5% ഇടിവ്. പോയിന്റ് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോയിന്റ് കണക്കിലെടുത്താൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. പക്ഷേ ശതമാനത്തിലെടുത്തു കഴിഞ്ഞാൽ 1929 പ്രതിസന്ധിയുടെ അത്രമോ 1987 പ്രതിസന്ധിയുടെ അത്രമോ 2008 അത്ര പോലും എത്തുന്നില്ല. എങ്കിൽ പോലും ഇത് ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ വലിയ തകർച്ച തന്നെയാണ് അമേരിക്കൻ വിപണിയിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. 4.5% തകർച്ച. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് 6.1% തകർച്ച. 1981 മാത്രം 87 തകർച്ചയുടെ സമയത്ത് മാത്രമാണ് ഇതിലും വലിയൊരു തകർച്ച ഉണ്ടായിട്ടുള്ളത്, 11%. ഇത് അമേരിക്കയിൽ ഉണ്ടായ ഈ തകർച്ചയുടെ തുടർച്ചയാണ് ഏഷ്യൻ വിപണികളിലും മറ്റ് ഓഹരി വിപണികളിലും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഇടപെടൽ ഉണ്ടായി. 1200 പോയിന്റ് വരെ ഉണ്ടായ ശേഷം അതിനെ രക്ഷിക്കാനായി ഒരു ശ്രമം നടന്നു. ഒരുപക്ഷെ LIC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പണം വിപണിയിൽ എത്തിയിട്ടുണ്ടാകാം. അങ്ങനെയാണ് നഷ്ടം 800 പോയിന്റ് വരെയായി കുറഞ്ഞത്. പക്ഷേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കാരണം വീണ്ടും ഇപ്പോൾ 1100 പോയിന്റിന് മുകളിൽ എത്തിയിരിക്കുകയാണ് സെൻസെക്സിന്റെ നഷ്ടം.
ഞാൻ തിരികെ എത്താം. ഇപ്പോൾ DBFSന്റെ MD ശ്രീ പ്രിൻസ് ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ്, ഡൗ ജോൺസിന്റെ തകർച്ചയുടെ പ്രതിഫലനം എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വിപണിയിലുണ്ടോ? അല്ല, മാർക്കറ്റുകൾ താഴേക്ക് വരുമ്പോഴും എന്തെങ്കിലും ന്യൂസുകൾ ആളുകൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് പറയും മാർക്കറ്റുകളെ പറ്റി എന്തുകൊണ്ടാണ് താഴേക്ക് വന്നതെന്നുള്ളത്. ഇത്തവണ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് അമേരിക്കയിലുള്ള ഫോളും, രണ്ട് അമേരിക്കൻ മാർക്കറ്റിന് ശേഷം ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫോളും, രണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമായിട്ട് ബാധിക്കുന്ന ഈ ബജറ്റിലെ പ്രപ്പോസൽസും അതുമായിട്ടുള്ള സെന്റിമെന്റൽ ഇമ്പാക്റ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഇന്ന് വളരെ വളരെ ട്രിക്കി ആയിരിക്കുക. ഗ്ലോബൽ ലെവലിൽ തന്നെ സെന്റിമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ കാര്യങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിൽ അമേരിക്കയിലെ ഒരു ബബിൾ സിറ്റുവേഷൻ ഉണ്ട്. അമേരിക്കൻ എക്കണോമി ട്രംപിന്റെ വന്നതിന് ശേഷം വളരെയേറെ കാര്യങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചത് എന്റെ അഭിപ്രായത്തിൽ ഈ അബ്രപ്റ്റ് ആയിട്ട് ബജറ്റിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊണ്ടുവന്നതാണ്. കാരണം ഇത് ചെറുകിട നിക്ഷേപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഗെയിൻ ഉണ്ടാക്കുന്നു മാർക്കറ്റിൽ. അപ്പൊ അതിന്റെ ഒരു വീതം ഗവൺമെന്റിന് വേണം, അത് ഗവൺമെന്റ് അത് ഒരുമാതിരി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അനാലിസിസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് രണ്ടും കൂടെ വന്നപ്പം വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു. ഇന്ന് ഈ 1000 പോയിന്റിന്റെ മൂവ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ് 5 ലക്ഷം കൂടി എന്ന് പറഞ്ഞാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ഇറോഷൻ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ്. പാനിക് ആകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു ബബിൾ സിറ്റുവേഷൻ ഒന്നും ഇന്ത്യൻ മാർക്കറ്റിലില്ല. മാർക്കറ്റ് താഴേക്ക് വന്നാലും വീണ്ടും കുറച്ച് കഴിഞ്ഞ് മുകളിലേക്ക് പോകും. പക്ഷെ അതിന്റെ ബോട്ടം എവിടെയാണ്, അല്ലെ എവിടെ നിന്നാണ് തിരിയുന്നതെന്നൊന്നും നമുക്കിപ്പോൾ പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു സെന്റിമെന്റലായിട്ട് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഈ ഒരു ഫോള് ഒരു 10,000 നിഫ്റ്റി ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കാര്യമായിട്ട് വലിയൊരു ഫോളൊന്നും ഇവിടുന്ന് വരാനായിട്ട് ഇല്ല. എങ്കിലും ഈ സ്പെക്കുലേറ്റീവ് ഫോഴ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് അടുത്ത 1-2 ദിവസങ്ങളിൽ വീണ്ടും 10-500 പോയിന്റ് ഒക്കെ സെൻസെക്സ് ഇടിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊക്കത്തില്ല. അതുപോലത്തെ ഒരു മാർക്കറ്റാണ് ഉണ്ടാകുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാമോ? ഒരു ഘട്ടത്തിൽ 1200 പോയിന്റ് വരെ ഇടിഞ്ഞിരുന്നു, പിന്നീട് അത് 800 പോയിന്റ് എന്ന നിലയിൽ താഴുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപാരം തുടരുമ്പോൾ വീണ്ടും ആ നിലയിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്നാണ്. ഏതാണ്ട് 1100ഓളം പോയിന്റിന്റെ ഇടിവി ഇപ്പോഴും പോയിന്റ് കാണുന്നുണ്ട്. ആ നഷ്ടത്തിലാണ് ഇപ്പോഴും വിപണി തുടരുന്നത്. അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ജോലിയാണല്ലോ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാന്നുള്ളത്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, നല്ല ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി പേര് മാർക്കറ്റ് കയറിയപ്പം വിറ്റിട്ട് ക്യാഷുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ബൈ ചെയ്യും. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇൻട്രാഡേ ബേസിസിൽ ഇനി ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിന് ഇൻഡെക്സ് കയറ്റാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചെയ്യുന്നത് അവരുടെ മാൻഡേറ്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ബൈ ചെയ്യാനുള്ളപ്പോൾ ബൈ ചെയ്യും, സെല്ല് ചെയ്യാനുള്ളപ്പോൾ സെല്ല് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയേക്കുന്നത്. അവർക്ക് മാത്രമല്ല എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പൊ നമ്മൾ വളരെയേറെ ക്രിട്ടിസൈസ് ചെയ്യും ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊണ്ടുവന്നതിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുമെങ്കിലും അത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരമില്ലാത്ത ഒരു ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തേക്കാണ്. അതോടൊപ്പം ഗ്ലോബൽ സെൽ ഓഫ് കൂടെ വന്നപ്പം അതൊരു വേസ്റ്റ് സിറ്റുവേഷൻ ആയിട്ട് വന്നു. ആകെപ്പാടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ഒറ്റ ദിവസം തന്നെ ഇത്രയും വലിയൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നതാണ് പ്രശ്നം. അത് ആളുകൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാത്തരം പ്ലെയേഴ്സിനും അതായത് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും എല്ലാം ഇത് ബുദ്ധിമുട്ടാണ്. ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പോലും വാല്യൂ ഇറോഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. റൈറ്റ്, വളരെ നന്ദി ശ്രീ പ്രിൻസ് ജോർജ് പ്രതികരിച്ചതിന്. അനൂപ്, അത്തരം നിരീക്ഷണങ്ങളുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചാഞ്ചാട്ടങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഓഹരി വിപണി റെക്കോർഡ് കുതിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രമേൽ ആശങ്കപ്പെടേണ്ടതില്ല. സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ദിനങ്ങൾ, അതോടൊപ്പം തന്നെ അമേരിക്കൻ വിപണിയിൽ ഉണ്ടായ തകർച്ച, ആ പ്രതിഫലനങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അഭിലാഷ്, ഓഹരി വിപണിയിൽ എപ്പോഴും ഒരു പ്രത്യാശ കുത്തിവെക്കുക എന്നുള്ളത് നിരീക്ഷകരുടെയും വിദഗ്ധരുടെയും ഒരു ജോലി കൂടിയാണ്. ഒരുപക്ഷെ ഭയപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഓഹരി വിപണിയിൽ ഇങ്ങനെ ചാഞ്ചാട്ടങ്ങൾ പതിവാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടായ ഈ തകർച്ച മുൻപുണ്ടായതുപോലെ ഒരു ബാങ്കിങ് തകർച്ചയുടെ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാഷിൻ്റെ തുടർച്ചയായിട്ടോ അല്ല. അമേരിക്കയിൽ പലിശ നിരക്ക് 0.5% വരെ ഉയർത്താനുള്ള തീരുമാനം വളരെ പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഈ 0.5% ഉയർത്താൻ ഉള്ള തീരുമാനം പെട്ടെന്ന് നടപ്പാക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ബോണ്ട് മാർക്കറ്റിലേക്ക് ആളുകൾ കടപ്പത്രങ്ങളിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. ഈ കടപ്പത്രങ്ങളിലേക്ക് മാറുക എന്നാൽ കൂടുതൽ പലിശ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ പ്രധാന അർത്ഥം ഓഹരി വിപണിയിൽ അത്ര സുരക്ഷിതമല്ല എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഈ 0.5% 0.5% പലിശയ്ക്ക് വേണ്ടി കടപ്പത്രങ്ങളിലേക്ക് മാറുന്നത്, സ്വർണം വിറ്റൊഴിക്കുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആഗോളമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മാന്ദ്യത്തിൻ്റെ ഒരു ഭീതിയുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ വളരെ ഗുരുതരമായിട്ട് പണപ്പെരുപ്പത്തോത് ഉയരുന്നു എന്നുള്ള
ഒരു നിരീക്ഷണവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അവിടെ ഫെഡറൽ റിസർവിന് പുതിയ ജാനറ്റ് യെല്ലൻ മാറി, പുതിയ ചെയർപേഴ്സൺ എത്തി. ചെയർമാൻ ഇന്നലെയാണ് ചുമതലയേറ്റത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ഇതിൽ തന്നെ ഒരുപക്ഷെ പണപ്പെരുപ്പ തോത് വലിയ ഗുരുതരമാണ് എന്ന് അദ്ദേഹം ഒരു സൂചന നൽകി. ഇതും വിപണിയെ സ്വാധീനിച്ചു. കാരണം പണപ്പെരുപ്പ തോത് ഉയരുകയും പലിശ നിരക്ക് ഉയരുകയും ചെയ്താൽ കമ്പനികൾക്ക് പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടേറിയതാകും. അങ്ങനെ ഒരു വലിയ നഷ്ടമുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണ്ടാണ് ആളുകൾ ഓഹരി വിറ്റൊഴിക്കുന്നത്. ഇത് എത്ര കാലത്തേക്ക് തുടരും? ഒരുപക്ഷെ ഇതൊരു ആഗോളമായ ഒരു തിരിച്ചുവരവിലൂടെ എണ്ണ വിപണിയിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തിലൂടെ മാത്രമേ ഒരുപക്ഷെ തിരിച്ചു വരികയുള്ളൂ. ഇത്തരം ചാഞ്ചാട്ടങ്ങൾ പതിവാണ് ഓഹരി വിപണിയിൽ. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു നഷ്ടം, അത് വ്യക്തിപരമായിട്ട് ആളുകൾക്ക് നിക്ഷേപകർക്ക് ഉണ്ടാക്കുന്ന ഒരു നഷ്ടം, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് നേട്ടമുണ്ടാകുന്നത് പുതിയതായി വരുന്ന നിക്ഷേപകർക്കാണ്. ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് പറഞ്ഞതുപോലെ പണം കയ്യിൽ വെച്ച് നിക്ഷേപിക്കാൻ കാത്തിരുന്നവർ ഈ തകർച്ചയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇനിയുണ്ടാകുന്ന നേട്ടത്തിൽ അവർക്കാണ് നേട്ടമുണ്ടാവുക. ഇന്ന് നഷ്ടമുണ്ടായ 5 ലക്ഷം കോടിയോളം പോയ ആളുകളുടെ കാര്യം കഷ്ടത്തിലാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ശ്രീ പൊറിഞ്ചു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പൊറിഞ്ചു, US ജോബ് ഡേറ്റ പുറത്തു വന്നതിന് ശേഷമുണ്ടായ ആഗോള വിപണിയിലെ തകർച്ച, അതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയിൽ എന്ന തരത്തിൽ ഒരു ഭാഗത്ത് നിരീക്ഷണം ഉണ്ടാകുന്നു. എന്നാൽ ഏഷ്യൻ വിപണികൾ ഒന്നടങ്കം ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള വിപണികളിലും തകർച്ച നേരിടുന്നുണ്ട്. ആ നിലയിൽ ഇന്ത്യൻ വിപണിയും തകർച്ച നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബജറ്റ് അവതരണത്തിന് ശേഷം ഓഹരി വിപണി കരകയറിയിട്ടില്ല എന്നതും വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ 2 നിരീക്ഷണങ്ങൾ ഉണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, ഇത് അങ്ങനെ വലിയൊരു തകർച്ചയൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കറക്ഷൻസ് മാത്രമാണ്. മുൻപും ഇതുപോലെ നമുക്ക് പലപ്പോഴും കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓരോരോ പേരുകൾ പറഞ്ഞുകൊണ്ട് പണ്ട് ബ്രെക്സിറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്തു, ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്തു, US ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് പാനിക് ചെയ്തു. ഇതുപോലെ ഈയിടെ ഗുജറാത്ത് ഇലക്ഷന്റെ പേരിൽ മാർക്കറ്റ് വാസ് ഇത് മൈനർ കറക്ഷൻ. സോ ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഒരുപക്ഷെ കഴിഞ്ഞ 2 മാസത്തെ ആ ഒരു ഗെയിൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് അത് മാത്രമേ പോയിട്ടുള്ളൂ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ഐ ഡോണ്ട് തിങ്ക് ഇൻവെസ്റ്റേഴ്സ് ആർ മേക്കിംഗ് ലോസ്. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല ആസ് ഓൺ ടുഡേ. ഒരുപക്ഷെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഗാംബ്ലേഴ്സിനാണ് ലോസ് ഉണ്ടാവുക. എസ്പെഷ്യലി ഇഫ് ദേ ആർ ഡൂയിങ് ലിവറേജ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗാംബിൾ ചെയ്യുമ്പോൾ ദേ കൻ മേക്ക് ലോസ്. നിക്ഷേപകർക്ക് നഷ്ടമുണ്ടായി എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ നഷ്ടം ഈ 5 ലക്ഷം കോടിയുടെ 5 ലക്ഷം അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അത് നിൽക്കുന്ന മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമ്പോൾ താഴെ മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. 1 ലക്ഷം കോടി 2 ലക്ഷം കോടിയൊക്കെ ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതൊന്നും വലിയ എമൗണ്ട് അല്ല. നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് $2 ട്രില്യൺ മുകളിലുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനകത്ത് 5 ലക്ഷം എന്നൊരു വലിയ എമൗണ്ട് അല്ല. അത് ഇറ്റ്സ് എ സ്മോൾ മൈനർ അഡ്ജസ്റ്റ്മെന്റ് ഹാപ്പനിങ് ആൻഡ് ദിസ് ഈസ് എ നോർമൽ കറക്ഷൻ. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കറക്ഷൻ ഓൾമോസ്റ്റ് തീർന്നു. There can be still index can move down a bit and all. പ്രത്യേകിച്ചും ഇപ്രാവശ്യം ഇൻഡെക്സ് താഴെ വരുന്നതിന് മുൻപായിട്ട് തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇറ്റ് വാസ് വെരി ഹോട്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ദ വേ ദി സ്റ്റോക്സ് ഹാവ് ബീൻ മൂവിംഗ് 5 ഇരട്ടിയും 10 ഇരട്ടിയും എല്ലാമാണ് പല സ്റ്റോക്കും മുകളിൽ പോയിട്ടുള്ളത്. അത് അല്പം ഓവർ ഹീറ്റഡ് ആയിരുന്നു. അതിന്റെ ഒരു കറക്ഷൻ ഒരു പക്ഷേ നെഫ്റ്റിക്ക് സെൻസെക്സിന് മുൻപേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ജനുവരി മിഡിലായിട്ട്. സോ ദാറ്റ് കറക്ഷൻ ഇസ് ഓൾമോസ്റ്റ് ഓവർ. അതുകൊണ്ട് ഇത് ഇൻവെസ്റ്റേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം എടുത്താൽ മതി. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് റെഡി. ഇറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ. പ്രത്യേകിച്ചും നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ, GDP ഗ്രോത്ത് അടുത്ത വരുന്ന ക്വാർട്ടേഴ്സിലെല്ലാം ഇറ്റ് ഇസ് ഗോയിങ് ടു ഇംപ്രൂവ് മച്ച് ഫർദർ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രമല്ല ഒരുപാട് ഒരു ഹൗസ് ഹോൾഡ് സേവിങ്സ് ഈക്വിറ്റിയിലേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൻഡ് വി ഹാവ് ലോങ് വേ ടു ഗോ ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ബുൾ മാർക്കറ്റ് ഫോർ നെക്സ്റ്റ് 5-10 years ഇൻ ഇന്ത്യ. വളരെ പെട്ടെന്ന് തന്നെ വിപണി കരകയറും എന്നാണ്. വളരെ പെട്ടെന്ന്. അതിനകത്ത് അത് ഗാംബ്ലേഴ്സിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ എം നോട്ട് ഇൻ ടു ഗാംബ്ലിംഗ്. ഇൻവെസ്റ്റേഴ്സിന് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി. ഇതുപോലെ എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നിരിക്കില്ല. നിക്ഷേപകരെ സംബന്ധിച്ച്, ഓഹരികൾ വാങ്ങുന്നവരെ സംബന്ധിച്ച് അനുകൂലമായ പശ്ചാത്തലമാണ് എന്ന് പൊഴിഞ്ചു വെളിയത്തും പറയുന്നു. വളരെയധികം നന്ദി. അതേസമയം ഓഹരി വിപണിയിൽ കനത്ത നഷ്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സെൻസസ് ഒരു ഘട്ടത്തിൽ 1200 പോയിന്റ് വരെ തകർന്നിരുന്നു. ഇപ്പോൾ വ്യാപാരം തുടരുമ്പോൾ സെൻസസ് 1084 പോയിന്റ് നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റിയിലും വലിയ ഇടിവ് തന്നെ രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി 339 പോയിന്റിന്റെ നഷ്ടത്തിൽ വ്യാപാരം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അനു പരമേശ്വരൻ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ആരോപണങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നു. സഭയിലില്ലാത്ത ഒരാളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് പുതിയ ആരോപണങ്ങൾ വരികയാണ്.
കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിന് ടൂറിസ്റ്റ് കമ്പനി തുടങ്ങിയത് എന്നുള്ള വാദവും പുറത്തു വരുന്നു. അപ്പം ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള ഗവൺമെന്റ് നിലപാട് അങ്ങേയറ്റം സംശയാസ്പദമാണ്. ഈ നിലപാടിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. കേരള സമൂഹം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതിന്റെ സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിയമസഭയിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ആ സ്വാഭാവികമായ നടപടിയെ ആണ് ഇന്ന് തടസ്സപ്പെടുത്താനായി ഭരണകക്ഷി ശ്രമിച്ചത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ ആരെയും വ്യക്തിഹത്യക്ക് ഞങ്ങളില്ല, ഞങ്ങൾ അങ്ങനൊരു സ്വഭാവവും ഞങ്ങൾക്കില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ CPM ഗൗരവത്തോടുകൂടി എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടി പറയാനുള്ള, ഉത്തരം പറയാനുള്ള ബാധ്യത CPMനുണ്ട്. അല്ലെങ്കിൽ അത് ജനങ്ങൾ അതിന് മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാനോ ഇത് അവതരിപ്പിക്കാനോ തയ്യാറാകാതെ ഇതിനെതിരെ എതിർവാദമുഖങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാക്കൗട്ട് ചെയ്തത്. ഇന്ന് നിയമസഭയിലെ ഒരു പ്രത്യേക സാഹചര്യം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. ബിനോയ് കോടിയേരിക്കെതിരായ ആരോപണം അന്വേഷിക്കേണ്ട പശ്ചാത്തലമുണ്ട്, സഭ ചർച്ച ചെയ്യപ്പെടേണ്ട പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ടൂറിസം കമ്പനിക്ക് രൂപം നൽകിയതെന്ന് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് പ്രതിപക്ഷം. ഇന്ധനവില, അതിർത്തിയിലെ വെടിവെപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ പ്രതിപക്ഷം ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്മേൽ ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുക? അഭിലാഷ്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നലെയാണ് രാജ്യസഭയിൽ തുടങ്ങിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന കാഴ്ചയാണ് ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. എന്തായാലും സർക്കാരിന്റെ നേട്ടങ്ങളാണ് BJP നേതാവ് അമിത്ഷാ അടക്കമുള്ളവർ ഇന്നലെ ഉന്നയിച്ചത്. ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം നന്ദിപ്രമേയം വോട്ടിനിടുമ്പോൾ അതിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനപ്പെട്ടത് ഇന്ധന വിലവർധന, അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനമില്ലാത്ത വെടിവയ്പിൽ സർക്കാരിന് കൃത്യമായി നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഈ നന്ദിപ്രമേയത്തിൽ അല്ലെങ്കിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയുടെ സമയത്ത് ഭേദഗതിയായി പ്രതിപക്ഷം നിർദ്ദേശിക്കും. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ പ്രതിപക്ഷം ഭേദഗതികൾ നിർദ്ദേശിക്കുകയും രാജ്യസഭയിൽ സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ആ ഭേദഗതികളോടെയായിരുന്നു അന്ന് പാസ്സായത്. എന്തായാലും മുത്തലാഖ് വിഷയത്തിലടക്കം പ്രതിപക്ഷ ഐക്യം രാജ്യസഭയിൽ പ്രകടമായിരുന്നു. ആ ഐക്യം ഇപ്പോഴും തുടരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനൊപ്പം തന്നെ TDPയും ശിവസേനയും അവർ NDAയുടെ ഘടകകക്ഷികളാണെങ്കിലും അവർ എന്ത് നിലപാട് സ്വീകരിക്കും, ഇത്തരത്തിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടായാൽ തുടങ്ങിയ കാര്യങ്ങളും വളരെ നിർണായകമാണ്. എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. ഇന്ന് വൈകിട്ടോടെ ചർച്ച പൂർത്തിയായി വോട്ടെടുപ്പിലേക്ക് കടക്കാനാണ് സാധ്യതയുള്ളത്. വിശദാംശങ്ങളാണ് സതീഷ് കുമാർ നൽകിയത്. കവി കുരീപ്പുഴ ശ്രീകുമാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 15 RSS പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തു. കേസിൽ 6 പേർ കസ്റ്റഡിയിലാണ്. BJP പ്രാദേശിക നേതാവും ഇട്ടിവ പഞ്ചായത്ത് അംഗവുമായ ദീപു ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, മറ്റുള്ളവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അഭിലാഷ്, അറസ്റ്റിലായ 6 പേരും പ്രദേശത്തെ BJP RSS പ്രവർത്തകരാണ്. ഇവരാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടാക്കിയത് എന്നും ആണ് പോലീസ് പറയുന്നത്. പ്രാദേശിക സ്ഥലത്തുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഈ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് അഞ്ചലിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തതും. ദീപു, മനു, ലൈജു, ശ്യാം, സുജിത്ത്, കിരൺ എന്നീ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ദീപു ഇട്ടിവ പഞ്ചായത്തിലെ BJP പഞ്ചായത്ത് അംഗം കൂടിയാണ്. കൂടാതെ മനു പ്രാദേശികമായ BJP RSS നേതാവുമാണ് മനു. ഈ മനുവിന്റെയും ദീപുവിന്റെയും നേതൃത്വത്തിലായിരുന്നു ആക്രമണത്തിനും പ്രതിഷേധങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ഇപ്പോൾ
കടക്കൽ CI ഓഫീസിലാണുള്ളത്. ഇവരെ ഇപ്പോൾ കടക്കൽ CIയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അഭിലാഷ്, അവിടെ ഈ വിഷയം ഉണ്ടായതിനു ശേഷം മറ്റു പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഈ വിഷയത്തിൽ അല്പം സമയത്തിനകം തന്നെ പ്രദേശത്തെ DYFI BJPക്കെതിരെ ഒരു പ്രതിഷേധ മാർച്ച്, BJP ഔദ്യോഗികമായി RSSന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം അവർ റിലീസായി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ആക്രമണ ശ്രമമൊന്നും ഉണ്ടായില്ല. കുരിപ്പുഴയുടെ പ്രകോപനപരമായ പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രകോപനപരമായ പ്രസംഗം തെറ്റായിപ്പോയി, അതിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. മറ്റ് അക്രമ ശ്രമമോ ഒന്നും ഉണ്ടായില്ല എന്നാണ് RSSന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം. അതേസമയം പ്രാദേശിക RSS നേതാക്കൾ ഇപ്പോഴും കുരിപ്പുഴയ്ക്കെതിരെ ഉൾപ്പെടെ പ്രകോപനപരമായ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. കൂടാതെ ഈ പ്രധാനമായി 8 വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ 8 വകുപ്പുകൾ അക്രമം, വഴിതടയൽ, വധഭീഷണി അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് ഉമേഷ് തുടരുക. ഇപ്പോൾ കവി സച്ചിദാനന്ദൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സച്ചിദാനന്ദൻ, കുരിപ്പുഴയ്ക്ക് നേരെ ഇന്നലെയുണ്ടായ അക്രമം ഏത് നിലയിലാണ് കാണേണ്ടത്? ഞാനതിനെ അശാന്തന്റെ മൃതദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്ന അവമാനവും ഒപ്പം തന്നെ വടയമ്പാടിയിലുണ്ടായ സംഭവവും ഒക്കെ ആയിട്ട് ചേർത്ത് തന്നെയാണ് കാണുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജാതീയതയുടെയും സവർണ മേധാവിത്വത്തിന്റെയും ഒപ്പം തന്നെ BJP പോലുള്ള വലതുപക്ഷത്തിന്റെ വളർച്ചയുടെയും അല്ലെങ്കിൽ അവർ വളരാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് കുരിപ്പുഴയ്ക്കെതിരായ അക്രമത്തെ കാണുന്നത്. കാരണം വടയമ്പാടി സംഭവം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അതൊരു പൊതുസ്ഥലമായിരുന്നു. ദളിതർ അവരുടെ കളിസ്ഥലമായിട്ടും പൊതുസ്ഥലമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അത് കള്ളപ്പട്ടയം ഉണ്ടാക്കി മതിൽ കെട്ടി ദളിതരെ പുറത്താക്കിയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അതിനെതിരായി പ്രതികരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഏതൊരു ജനാധിപത്യവാദിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമേ കുരിപ്പുഴ ചെയ്തിട്ടുള്ളൂ. അതിനൊരു കുറ്റമായിട്ട് ഒരു തരത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ ആക്രമണം ഒരു ഭാഗത്ത് ഈ ദളിതർക്കെതിരായ ആക്രമണത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാം. ഒപ്പം തന്നെ സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് ഒരു എഴുത്തുകാരന് പോലും അവസരമില്ലാതാക്കുന്ന, സ്ഥലമില്ലാതാക്കുന്ന ഒരിടമായിട്ട് കേരളത്തെ മാറ്റാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാനതിനെ കാണുന്നത്. സച്ചിദാനന്ദൻ, ഇത്തരം നടപടികൾ, പ്രതിഷേധങ്ങൾ, ആക്രമണങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഭയപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ ഒരു ഭയമല്ല. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അവരുടെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭയങ്ങൾ എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ ഒരു തരത്തിലും അത് ഇതെന്നെ ഭയപ്പെടുന്നില്ല. ഭാവിയെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടാക്കുന്നു. ഒരല്പസമയം കൂടി താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ TG മോഹൻദാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ TG മോഹൻദാസ്, ഇന്നലെയുണ്ടായ സംഭവം, വടയമ്പാടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുരിപ്പുഴ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അക്രമം ഉണ്ടായത് എന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഒരു കവിക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരു പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഏത് നിലയിലാണ് അതിനെ നേരിടേണ്ടത്? ഇത്തരം അക്രമ സംഭവങ്ങൾ കേരളത്തെ ലജ്ജിപ്പിക്കുന്നതല്ലേ? അല്ല, ലജ്ജിപ്പിക്കുന്ന അതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ സംസാരിക്കുമ്പോൾ ആരും എന്നെ തടസ്സപ്പെടുത്തുകയൊന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കാരണം ഞാൻ ജനാധിപത്യവാദിയും മറ്റുള്ളവർ ഫാസിസ്റ്റുമാണ്. ഈ ഒരു ഇക്വേഷൻ ഇട്ട് നമ്മൾ കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ കുരിപ്പുഴ ശ്രീകുമാറാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. കുരിപ്പുഴ ശ്രീകുമാറിന്റെ സ്ഥാനത്ത് P. നാരായണക്കുറുപ്പാണെങ്കിലോ സച്ചിദാനന്ദൻ പ്രതികരിക്കില്ല. നാരായണക്കുറുപ്പ് ഫാസിസ്റ്റാണ്, അദ്ദേഹം അത് അർഹിക്കുന്നു എന്ന് പറയും. ഈ ഇരട്ടത്താപ്പ് എന്ന് അവസാനിപ്പിക്കുമോ അന്നേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ സത്യസന്ധമായ നിലപാടെടുക്കാൻ സാധ്യമാകും. നിങ്ങൾ ആദ്യം ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക. എഴുത്തിനോ പ്രസംഗിക്കാനോ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്ന് അംഗീകരിക്കുക, സമ്മതിക്കുക.
അതില്ലാതെ ഈ കാപട്യം വൺ സൈഡായിട്ടുള്ള ഈ പ്രചരണം ജനങ്ങൾ തള്ളിക്കളയും. അല്ല, ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ സച്ചിദാനന്ദന്റെ പ്രതികരണമല്ല ചോദിച്ചത്. ഒരു ചടങ്ങിൽ കുരീപ്പുഴ ശ്രീകുമാർ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ? അതിനെ ചോദ്യം ചെയ്യുകയും അതിന് നേരെ അക്രമം നടത്തുകയും ചെയ്യുന്നു. അതിൽ ഇവിടെ കസ്റ്റഡിയിലെടുക്കപ്പെട്ടത് ദീപു എന്ന വ്യക്തി. അദ്ദേഹം ഇടവ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം BJPയുടെ പ്രാദേശിക നേതാവാണ്. മനു ഉൾപ്പെടെയുള്ളവർ RSSന്റെ പ്രവർത്തകരാണ്. ഒരു സാഹിത്യകാരന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, നിലപാട് എന്തുമാകട്ടെ, കാഴ്ചപ്പാടുകൾ എന്തുമാകട്ടെ, അത് പൊതുസമൂഹത്തോട് പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന്റെ ആശയം തെറ്റാണ് എങ്കിൽ അതിനെ ആശയപരമായി തന്നെയല്ലേ നേരിടേണ്ടത്? ഇല്ല, ആശയം തെറ്റാണെങ്കിൽ ആശയപരമായിട്ട് നേരിടുക പലപ്പോഴും പ്രായോഗികമല്ല. കാരണം അൺഈക്വൽ ഫൈറ്റ് ആണ് നടക്കുന്നത്. കുരീപ്പുഴ ശ്രീകുമാർ വലിയൊരു കവിയും അറിയപ്പെടുന്ന സാഹിത്യകാരനും ഒക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാംസ്കാരിക നായകൻ ഒക്കെയാണ്. അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതേ സ്പീക്കർ മറ്റേ പാവങ്ങൾക്കില്ല തിരിച്ചു പറയാനായിട്ട്. അപ്പൊ അൺഈക്വൽ ഫൈറ്റിൽ പെട്ടവൻ നിസ്സഹായനാവുകയും അവൻ ഇതുപോലത്തെ ചില കരപരിപാടികളിലേക്ക് തരം താഴുകയും ചെയ്യും. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. പെരുമാൾ മുരുകന്റെ ഇഷ്യൂവിൽ നോക്കിക്കോളൂ. നിസ്സഹായരായ പൊങ്കു വെള്ളാളരെയാണ് പെരുമാൾ മുരുകൻ സ്വന്തം പുസ്തകത്തിലൂടെ വ്യഭിചാരികളാക്കി മാറ്റിയത്. അവരെന്ത് ചെയ്യും? അവർ പുസ്തകം എഴുതി കഴിഞ്ഞാൽ പെൻഷൻ പ്രസിദ്ധീകരിക്കുമോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ ജാഥ നടത്തി, അവർ മുദ്രാവാക്യം വെച്ചു. ഉടനെ അവർ കുഴപ്പക്കാരായി. പെരുമാൾ മുരുകൻ മാന്യനും അവർ കുഴപ്പക്കാരും. സത്യത്തിൽ അവരാണ് നിസ്സഹായർ. അവർക്ക് TV സ്റ്റുഡിയോ ഇല്ല, അവർക്ക് നോവൽ എഴുതാൻ അറിയില്ല, എഴുതിയാൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ആളില്ല. ഈ അവസ്ഥ, ഈ അൺഈക്വൽ ഫൈറ്റ് നിങ്ങൾക്ക് ദോഷമായിട്ട് വരുള്ളൂ. നിസ്സഹായരായവരെ കെട്ടിയിട്ട് തല്ലാം വൺ സൈഡായിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കും. കാരണം നിങ്ങൾക്ക് മൈക്കുണ്ട്, നിങ്ങൾക്ക് വേദിയുണ്ട്, നിങ്ങൾക്ക് കൈയടിക്കാനാവില്ല. നിങ്ങൾ പ്രസംഗിക്കും ആർക്കെതിരെ? ഇതിലൊന്നും പ്രതികരില്ലാത്ത കുറച്ച് പേർക്കെതിരെ. അപ്പൊ അവർ പ്രതികരിക്കുന്നു. അവർക്ക് വേറെ എന്താ മാർഗം? അവിടെ ശ്രീ ടി ജി മോഹൻദാസ്, ഈ കുരീപ്പുഴയുടെ കാര്യം തന്നെ പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയോ നിലപാടുകളെ തടസ്സപ്പെടുത്താനോ വന്നിട്ടുള്ള ആളല്ല. സ്വാഭാവികം അങ്ങോട്ട് വരുന്ന കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഒരു വേദിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പക്ഷെ തെരുവാക്കായിരിക്കും നരേന്ദ്രമോദിക്കെതിരെ. നരേന്ദ്രമോദിയെ എല്ലാവരും തെറി വിളിക്കുന്നത് അതുകൊണ്ടല്ലേ. ഈ പറയുന്ന എല്ലാവരും നരേന്ദ്രമോദിയെ തെറി പറയുന്നില്ലേ? ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടൊന്നും അല്ലല്ലോ. ഇന്നും അങ്ങോട്ട് തെറി പറയില്ല. ഇതാ ചെയ്യുന്നത്. നിങ്ങൾ ഈ അൺഈക്വൽ ഫൈറ്റ് നിങ്ങളുടെ കാപട്യം അവസാനിപ്പിക്കുക. ശ്രീ സച്ചിദാനന്ദൻ, താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളവരെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ ടി ജി മോഹൻദാസ് പറഞ്ഞത്. താങ്കൾ പേരടക്കം പറയുന്നു. സച്ചിദാനന്ദൻ ഏതൊക്കെ വിഷയത്തിൽ പ്രതികരിക്കും? കുരീപ്പുഴയുടെ സ്ഥാനത്ത് മറ്റൊരു കവിയായിരുന്നു, അദ്ദേഹം പേര് ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. ഇരട്ടത്താപ്പിന്റെ ഉസ്താദാണ് സച്ചിദാനന്ദൻ. സംശയം എന്താ കാര്യത്തിൽ? ശ്രീ സച്ചിദാനന്ദൻ മുഴുവൻ ഇപ്പൊ ഈ വലിയ എന്തോ സർവ്വധർമ്മ സമാധാനമൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇതെല്ലാം തന്നെ കേരളത്തിൽ ഒരു ദളിത് മുസ്ലിം ഐക്യം ഉണ്ടാക്കിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള അജണ്ടയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സച്ചിദാനന്ദൻ, താങ്കൾ ഈ ആരോപണങ്ങൾ കേൾക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് വളരെ കാലമായിട്ട് കേൾക്കുന്നതുമാണ്. അതുകൊണ്ട് യാതൊരു പ്രത്യേക അത്ഭുതവുമില്ല. അത് അവരുടെ സ്ഥിരം പ്രതികരണ രീതിയാണ്. നിസ്സഹായരായ ആളുകൾ തന്നെയാണ് വടയമ്പാടിയിലെ ദളിതർ. അവർ കള്ളപ്പട്ടയം ഉണ്ടാക്കി അവർ മതിൽ കെട്ടി പുറത്താക്കിയപ്പോ ആ നിസ്സഹായരായ ദളിതർ സമരം ചെയ്തപ്പോഴാണ് അവിടെ അതിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അത് ഒരു അക്രമത്തിനുള്ള ഒരു ന്യായീകരണം, ആശയം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ കർത്തവ്യം. സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ സംസാരിക്കണം. അവരെ പ്രാതിനിധ്യം ചെയ്യുന്ന ആളുകൾ സംസാരിക്കാം, വാദിക്കാം. ഏത് കാഴ്ചപ്പാടും സമൂഹത്തിന് മുമ്പിൽ വയ്ക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ അത് അക്രമത്തിലേക്ക് അല്ലെങ്കിൽ അടിക്കുമെന്നോ കൊല്ലുമെന്നോ ഒക്കെ അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ ഏത് ഭാഗത്തായാലും ശരി, അത് വലതു ഭാഗത്തായാലും ഇടതു ഭാഗത്തായാലും എനിക്ക് തോന്നുന്നു അത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണെന്ന്. ഈ ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഞാൻ എടുത്തിട്ടുള്ളത്, ഇപ്പോൾ എടുക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ സച്ചിദാനന്ദനൊപ്പം ടി ജി മോഹൻദാസ് പ്രതികരിച്ചതിന്.
ഡൽഹിയിൽ സ്കൂൾ ബസ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പോലീസ് മോചിപ്പിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ പ്രധാനിയെ ഏറ്റുമുട്ടലിൽ വധിച്ച ശേഷമാണ് കുട്ടിയെ മോചിപ്പിച്ചത്. പോലീസ് ഓപ്പറേഷൻ മണിക്കൂറുകൾ നീണ്ടുനിന്നിരുന്നു. ഗാസിയാബാദിലെ ഫ്ളാറ്റിലാണ് കുട്ടിയെ പാർപ്പിച്ചിരുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാഗേഷ് ചേരുന്നു. രാഗേഷ്, കുട്ടിയെ മോചിപ്പിച്ചതിനോടൊപ്പം എന്തായിരുന്നു ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനുണ്ടായ പശ്ചാത്തലം? അത്തരം വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഡൽഹിയിൽ 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരനെ ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് മോചിപ്പിച്ചു. കഴിഞ്ഞ ജനുവരി 25-നായിരുന്നു ദിൽഷാദ് ഗാർഡനിൽ വെച്ച് സ്കൂൾ ബസ് തടഞ്ഞു നിർത്തി 5 വയസ്സുകാരൻ ജഹാനെ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ബസ് ഡ്രൈവർക്ക് നേരെ വെടി ഉതിർത്ത ശേഷമായിരുന്നു 3 അംഗ സംഘം കുട്ടിയുമായി കടന്നു കളഞ്ഞത്. പിന്നീട് കുട്ടിയെ വിട്ടുതരണമെങ്കിൽ 60 ലക്ഷം രൂപ മോചനദ്രവ്യം വേണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു. ഏതായാലും 12 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഗുണ്ടാ സംഘത്തെ പിടികൂടിയത്. ഗാസിയാബാദിൽ ഒരു ഫ്ളാറ്റിൽ ഇവർ താമസിക്കുന്നുണ്ടെന്ന്, കുട്ടിയുമായി ഇവർ താമസിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും പോലീസിന് നേരെ സംഘം വെടിയുതിർക്കുകയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് കുട്ടിയെ പുലർച്ചെ 1 മണിയോടുകൂടി പോലീസ് മോചിപ്പിച്ചത്. ഈ സംഘത്തിലെ പ്രധാനിയായ രവി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാലിന് അടക്കം ഇയാൾക്ക് പരിക്കുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ ആളെ പോലീസ് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഗേഷ് നൽകിയത്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.